ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഈ വീഡിയോയിൽ നമ്മൾക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറാണ്. നമുക്ക് ഓർത്ത് വെക്കേണ്ട പോയിന്റുകളാണ്. പല ടൈമിലായി നമ്മൾ പഠിച്ച കുറേ പോയിന്റുകൾ നമുക്ക് തിരിച്ച് ഓർത്ത് വെക്കേണ്ടതുണ്ട്. ബിക്കോസ് നമുക്ക് ഇനി ഈ ഒരു വീഡിയോ ഈ ലെക്ചർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഈ പോയിന്റുകൾ ഓർമ്മയുണ്ടായിരിക്കണം. ഇതിൽ ഓർക്കേണ്ടതാണ് കമ്പ്യൂട്ടർ ഹാസ് നോ IQ. അതിൻ്റെ പ്രോപ്പർ വർക്കിങ്ങിനായി വി ഹാവ് ടു ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് IQ ഇല്ല, അതുകൊണ്ട് കമ്പ്യൂട്ടറിലേക്ക് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇൻസ്ട്രക്ഷൻസ് ആർ ഗീവൺ ബൈ ദ പ്രോഗ്രാമർ. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പ്രോഗ്രാമറാണ്. ഇൻസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞാൽ നിർദ്ദേശങ്ങൾ. എ പ്രോഗ്രാം ദാറ്റ് ഇസ് എ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് ആണ്. ഇതാണ് ഒരു പോയിന്റ്. കമ്പ്യൂട്ടറിന് IQ ഇല്ല, കമ്പ്യൂട്ടറിലേക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കേണ്ടതുണ്ട്. ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുന്നത് പ്രോഗ്രാമറാണ്. അടുത്തൊരു പോയിന്റ് നമ്മൾ ഓർക്കേണ്ടത് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഒരേ ഒരു ലാംഗ്വേജ് ബൈനറി ലാംഗ്വേജ് അഥവാ മെഷീൻ ലാംഗ്വേജ് ആണ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സീറോസ് ആൻഡ് വൺസ്. സീറോസും വൺസും ഉൾപ്പെടുന്നതാണ് ബൈനറി ലാംഗ്വേജ് അഥവാ മെഷീൻ ലാംഗ്വേജ്. ദെൻ നമ്മളിനി ഫങ്ഷണൽ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. ദാറ്റ് മോഡൽ വാസ് പ്രൊപ്പോസ്ഡ് ബൈ ജോൺ വോൺ ന്യൂമാൻ. ചിത്രത്തിൽ കാണുന്ന ആ പ്രത്യേക സയൻറ്റിസ്റ്റാണ് ഈ ഫങ്ഷണൽ യൂണിറ്റിൻ്റെ ഒരു മോഡല് പ്രപ്പോസ് ചെയ്തത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തത് ജോൺ വോൺ ന്യൂമാൻ. പേര് ഓർത്ത് വെക്കണം. ഡയഗ്രത്തിന് അത്ര ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, പേര് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജോൺ വോൺ ന്യൂമാൻ. ദിസ് ഈസ് ദ മോഡൽ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ മോഡൽ ഇതാണ്. ഈ ഡയഗ്രാം നമ്മൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചപ്പോഴൊക്കെ തന്നെയാണ്. അത് ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. സോ വി ഹാവ് ടു ചെക്ക് ദാറ്റ്. Mainly it has 4 important units are the input unit, storage unit, central processing unit, output unit. We have 4 units are the input unit, storage unit, central processing unit, output unit. Input യൂണിറ്റിലേക്ക് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ആർ ഗീവൺ. നോക്കൂ, ഒരു ഡാറ്റ പ്രോസസ്സിങ്ങിന് നമുക്ക് ഏറ്റവും റെലവൻ്റ് ആണ്, ഏറ്റവും ആവശ്യമാണ് ഡാറ്റ. ആസ് വെൽ ആസ് കമ്പ്യൂട്ടർ ഹാസ് നോ IQ. സോ നമ്മളവിടെ ഇൻസ്ട്രക്ഷൻസും കൊടുക്കേണ്ട ആവശ്യമുണ്ട്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ദെൻ ഇൻപുട്ട് യൂണിറ്റിലെ ഡാറ്റ സ്റ്റോറേജ് യൂണിറ്റിലേക്ക് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ആസ് വെൽ ആസ് ദിസ് ഡാറ്റ വിൽ ബി ഗിവൺ ടു ദ CPU കൊടുക്കുന്നു. ഓക്കെ, ആൻഡ് വി ഹാവ് സ്റ്റോറേജ് യൂണിറ്റ്. Some data are coming from storage unit. Okay, and we can see CPU അവിടെ കാണാം. CPU-ലെ കൺട്രോൾ യൂണിറ്റ്, അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ് അഥവാ ALU, രജിസ്റ്റേഴ്സ്, ഇതൊക്കെ കൂടിയതാണ് CPU എന്ന് പറയുന്നത്. CPU is working and the data is converted as information. ഇവിടെ വെച്ച് എന്ത് ചെയ്യുന്നു? ഡാറ്റേനെ ഇൻഫർമേഷനായി മാറ്റുന്നു. That information is stored onto the storage unit. The information storage unit is സ്റ്റോർ ചെയ്യുന്നു. സെയിം ടൈം ദാറ്റ് ഇൻഫർമേഷൻ വിൽ ബി ഗിവൺ ടു ദ ഔട്ട്പുട്ട് യൂണിറ്റ്. ഇൻഫർമേഷൻ എവിടേക്ക് പോകുന്നുണ്ട്? ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് പോകുന്നുണ്ട്. ഓക്കെ, ദ ഔട്ട്പുട്ട് യൂണിറ്റ് വഴി അത് എക്സ്റ്റേണൽ വേൾഡിലേക്ക് പുറത്തേക്ക് പോവുക ചെയ്യുന്നു. കണ്ടോ, ഇൻഫർമേഷൻ. ഇവിടുത്തെ ഡാറ്റ വിൽ ബി ചേഞ്ച്ഡ് ആസ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റിസൾട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കണം. അതായത് ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഇൻപുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുന്നു. ആ ഇൻപുട്ട് അല്ലെങ്കിൽ ഡാറ്റ എന്ത് ചെയ്യുന്നുണ്ട്? സ്റ്റോർ ചെയ്യപ്പെടുന്നുണ്ട്. സെയിം ടൈം അത് CPU-യിലേക്ക് പോകുന്നു. CPU-യിൽ വെച്ചിട്ട് ഡാറ്റ ഈസ് ചേഞ്ച്ഡ് ആസ് ഇൻഫർമേഷൻ. ഡാറ്റ ഇൻഫർമേഷനായി ചേഞ്ച് ചെയ്യുന്നു. ആ ചേഞ്ചായ ഇൻഫർമേഷൻ സ്റ്റോറേജ് യൂണിറ്റിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. സെയിം ടൈം ഔട്ട്പുട്ട് യൂണിറ്റിലേക്കും പാസ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഓരോ യൂണിറ്റിൻ്റെ ഫങ്ഷൻസ് ഡീറ്റെയിൽ ആയിട്ട് കാണാം. ഇൻപുട്ട് യൂണിറ്റ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ആ ഡയഗ്രത്തിൽ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെ, അതിൽ കൂടുതലായിട്ടൊന്നും പറയാനില്ല കേട്ടോ. ദ കളക്റ്റഡ് ഡാറ്റ ആൻഡ് ദ ഇൻസ്ട്രക്ഷൻസ് ആർ ഗീവൺ ടു ദ കമ്പ്യൂട്ടർ ത്രൂ ദ ഇൻപുട്ട് യൂണിറ്റ്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും എന്ത് ചെയ്യുന്നു? കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കാനായിട്ടാണ് ഇൻപുട്ട് യൂണിറ്റ് വഴി കൊടുക്കുന്നു. ഇതിനു വേണ്ടി ഇൻപുട്ട് ഡിവൈസുകളുടെ സഹായം എടുക്കുന്നു. ദ കളക്റ്റഡ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് for data processing are entered into the computer through the input unit with the help of input devices. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ഡാറ്റ പ്രോസസ്സിങ്ങിന് വേണ്ടി കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുന്നത് ഇൻപുട്ട് യൂണിറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതിനായി അത് ഇൻപുട്ട് ഡിവൈസുകളുടെ സഹായം എടുക്കുന്നു. The input is stored in memory. Next comes functionalities of input unit. Input unitൻ്റെ functionalities ആണ്. First function, it can accept instructions and data from the outside world.
ഔട്ട്സൈഡ് വേൾഡ് എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് they can accept instructions and data. സെക്കൻഡ് പോയിന്റ് നമ്മൾ കഴിഞ്ഞ ലെക്ചറിൽ പറഞ്ഞ പോലെ എന്ത് ചെയ്യുന്നു, കൺവേർട്ട് ദീസ് ഡാറ്റ ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷൻസ് ടു എ ആക്സെപ്റ്റബിൾ ഫോം ഓഫ് ദ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. കൺവേർട്ട് ദീസ് ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ആക്സെപ്റ്റബിൾ ഫോം ഓഫ് ദ കമ്പ്യൂട്ടർ. നമ്മളൊരു പോയിന്റ് പറഞ്ഞത് അല്ലേ, കൺവേർട്ട് ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ റീഡബിൾ ലാംഗ്വേജ് എന്ന് പറഞ്ഞു. ദാറ്റ് പോയിന്റ് ഈസ് ദർ. കൺവേർട്ട് the data and instructions to the acceptable form of the computer. And third point, the converted data is supplied to the other parts of the computer. Okay, കൺവേർട്ട് ചെയ്തിട്ടുള്ള ഡാറ്റ പ്രോസസ്സിങ്ങിനായിട്ട് മറ്റ് പാർട്സിലേക്ക് കൊടുക്കുന്നു. ഫങ്ഷണാലിറ്റി എന്താ പറയുന്നത്, എക്സ്റ്റേണൽ വേൾഡിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഇൻപുട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നു. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ ഡാറ്റയും ഇൻസ്ട്രക്ഷൻസും ചെല്ലുന്നതാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. ഡാറ്റയും ഇൻസ്ട്രക്ഷൻസുമാണ് ഇൻപുട്ട് എന്ന് പറയുന്നത്. അതിനുശേഷം എന്ത് ചെയ്യുന്നു, അതിനെ കൺവേർട്ട് ചെയ്യുന്നു. ആ ഇൻപുട്ട് ഡാറ്റയും ഇൻസ്ട്രക്ഷനെയും കൺവേർട്ട് ചെയ്യുന്നു. എന്താണ്, മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു. ഈ മെഷീൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഈ ഡാറ്റ, അതായത് ഇൻപുട്ട് ആൻഡ് ഇൻസ്ട്രക്ഷൻസ്, അതിനെ ഡാറ്റ ആൻഡ് ഇൻസ്ട്രക്ഷൻസ് അതിനെ എന്ത് ചെയ്യുന്നുണ്ട്, ഡാറ്റ പ്രോസസ്സിങ്ങിനായി കമ്പ്യൂട്ടറിൻ്റെ മറ്റു പാർട്ടുകളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് കം CPU, ദാറ്റ് ഈസ് സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. CPU ൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോൺ ആസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. ഓക്കെ, ഇവിടെയാണ് മേജർ കാൽക്കുലേഷൻസ് ആൻഡ് കമ്പാരിസൺസ് ഒക്കെ നടക്കുന്നത്. ഇവിടെയാണ്. പിന്നെ ഈ CPU ബ്രെയിൻ എന്ന് പറയാൻ കാരണം എന്താണ്, ഇറ്റ് ക്യാൻ ആക്ടിവേറ്റ് ആൻഡ് ഇറ്റ് ക്യാൻ കൺട്രോൾ ഓൾ ദ അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. മറ്റ് ഈ കമ്പ്യൂട്ടറിൻ്റെ മറ്റ് യൂണിറ്റ്സിനെ ആക്ടിവേറ്റ് ചെയ്യാനും കൺട്രോൾ ചെയ്യാനും CPU സാധിക്കും. ഓർ ഇൻ അതർ വേർഡ്സ് ഇറ്റ് ക്യാൻ കൺട്രോൾ എവറിത്തിങ്. എല്ലാത്തിനും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതുകൊണ്ടാണ് CPU ബ്രെയിൻ. നമ്മുടെ ബ്രെയിനും അങ്ങനെയാണ് അല്ലേ, നമ്മുടെ ബ്രെയിൻ നമ്മളെ മുഴുവൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇതുപോലെ എന്താണ്, CPU ക്യാൻ കൺട്രോൾ എവറി അതർ യൂണിറ്റ്സ് ഓഫ് ദ കമ്പ്യൂട്ടർ. സോ ഇറ്റ് ഈസ് നോൺ ആസ് ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ. കാൽക്കുലേഷൻസും കമ്പാരിസൺസും നടക്കുന്നത് CPU-ലാണ്. മെയിൻലി ഇറ്റ് ഹാസ് 3 സബ് കമ്പോണൻസ്: കൺട്രോൾ യൂണിറ്റ്, ALU, രജിസ്റ്റേഴ്സ്. കൺട്രോൾ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം. It is the central portion. It can manage and coordinates all the activities of the computer. It can issue electric signals. നമുക്ക് ഒരു 3 പോയിന്റാണ് പറയുന്നത്. ഇറ്റ് ഈസ് എ സെൻട്രൽ നെർവസ് സിസ്റ്റം. സെൻട്രൽ സിസ്റ്റം എന്ന് പറഞ്ഞാൽ മതി. ഇറ്റ് ക്യാൻ മാനേജ് ആൻഡ് കോർഡിനേറ്റ്സ് ഓൾ ദ യൂണിറ്റ്സ് ഓഫ് കമ്പ്യൂട്ടർ. ഇറ്റ് ക്യാൻ ഇഷ്യൂ ഇലക്ട്രിക് സിഗ്നൽസ്. ദിസ് ഇസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ്. ഡ്യൂ ടു ദ കൺട്രോൾ യൂണിറ്റ് ആണ് എന്ത്, ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് കൺട്രോൾ യൂണിറ്റ് ആണ് നമുക്ക് പറയാൻ പറ്റുന്നത് CPU ഈസ് ദ ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടർ എന്ന് പറയാം അല്ലേ. കൺട്രോൾ യൂണിറ്റ് ഉള്ളത് കൊണ്ടാണ് CPU ബ്രെയിൻ ഓഫ് ദ കമ്പ്യൂട്ടറായിട്ട് ആക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ് കംസ് ALU. ALU പറഞ്ഞാൽ അരിത്തമെറ്റിക് ലോജിക് യൂണിറ്റ്. ആക്ച്വലി ഓപ്പറേഷൻസ് ആർ ക്യാരിഡ് ഔട്ട് അറ്റ് ദിസ് യൂണിറ്റ്. ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത് ഇവിടെയാണ്. മെയിൻലി വി ഹാവ് 2 ടൈപ്സ് ഓഫ് ഓപ്പറേഷൻസ്: അരിത്തമെറ്റിക് ഓപ്പറേഷൻസ്, അതായത് കാൽക്കുലേഷൻസ്, ആൻഡ് ലോജിക്കൽ ഓപ്പറേഷൻസ്, കമ്പാരിസൺസ്. ALU-ലാണ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നത്. 2 ടൈപ്പ് ഓപ്പറേഷൻസ് ഉണ്ട്: അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആസ് വെൽ ആസ് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. നെക്സ്റ്റ് കംസ് വെരി ഇമ്പോർട്ടൻറ്റ് പാർട്ട്, രജിസ്റ്റേഴ്സ്. ദേ ആർ ദ സ്മോളസ്റ്റ് temporary memory inside the CPU. Smallest temporary memory inside the CPU. They are very fastest memory. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള മെമ്മറിയാണ് രജിസ്റ്റേഴ്സ്. സോ ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. കൺട്രോൾ യൂണിറ്റ്, ദേ ക്യാൻ കൺട്രോൾ എവറിത്തിങ്. They can manage everything. It is a central nervous system. Then it can issues electrical signals. ALU, that is arithmetic logic unit. Here operations are carried out. There are 2 types of operations. First one, arithmetic operations, അഥവാ calculations. Second ones, logical operations, അഥവാ comparisons. Registers എന്ന് പറഞ്ഞാൽ സ്മോളസ്റ്റ് മെമ്മറിയാണ്, ടെമ്പററി മെമ്മറിയാണ്. They are inside the CPU. They are very fast. Next comes intermediate result or immediate result. നമുക്ക് അറിയേണ്ട ഒരു ടെർമിനോളജിയാണ്. The result appeared before the final result. ഫൈനൽ റിസൾട്ടിന് മുൻപുള്ള റിസൾട്ടിനെയാണ് എന്ത് പറയുക, ഇമ്മീഡിയറ്റ് റിസൾട്ട് അഥവാ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുക. ഒരു ഓപ്പറേഷൻ നോക്കൂ, 5 + 2 - 4. ഹിയർ ഈ ഒരു ഓപ്പറേഷൻ നമ്മൾ ആദ്യം എന്താ ചെയ്യുക, 5 + 2 പെർഫോം ചെയ്യും അല്ലേ. നമുക്ക് 7 ആൻസർ കിട്ടും. നമ്മൾ കിട്ടുന്ന ആ 7-ൽ നിന്നാണ് എന്ത് ചെയ്യുക, 4 സബ്ട്രാക്ട് ചെയ്യുക അല്ലേ. ഹിയർ 7 ഈസ് ദ ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് അഥവാ ഇമ്മീഡിയറ്റ് റിസൾട്ട്. ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് എത്തുന്നതിന് മുൻപുള്ള റിസൾട്ടുകൾ, ടെമ്പററി ആയിട്ട് കിട്ടുന്ന റിസൾട്ടുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർമീഡിയറ്റ് റിസൾട്ട് അഥവാ ഇമ്മീഡിയറ്റ് റിസൾട്ട് എന്ന് പറയുന്നത്.
നെക്സ്റ്റ് സ്റ്റോറേജ് യൂണിറ്റ് അഥവാ മെമ്മറി. മെമ്മറിയിൽ എന്തൊക്കെ ടൈപ്പ് ഡാറ്റയാണ് സ്റ്റോർ ചെയ്യുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഡാറ്റ പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഇൻപുട്ട്, ഇമ്മീഡിയറ്റ് റിസൾട്ട് ഡ്യൂറിങ് ഓപ്പറേഷൻ, ഒരു ഓപ്പറേഷനിൽ കിട്ടുന്ന ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഫൈനൽ റിസൾട്ട് ആസ് വെൽ ആസ് ഇൻസ്ട്രക്ഷൻസ്. ദീസ് 4 ഐറ്റംസ് ആണ് നമ്മൾ ഒരു മെമ്മറിയിൽ സ്റ്റോർ ചെയ്യുന്ന ഡാറ്റ. ഇൻപുട്ട് ഫോർ ഡാറ്റ പ്രോസസ്സിങ്ങിന് ആവശ്യമായ ഇൻപുട്ട്, ഇമ്മീഡിയറ്റ് റിസൾട്ട് നമുക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടുമ്പോൾ ഇമ്മീഡിയറ്റ് റിസൾട്ട്, ഫൈനൽ റിസൾട്ട്, ഇൻസ്ട്രക്ഷൻസ്, ഇത്രയും കാര്യങ്ങൾ സ്റ്റോർ ചെയ്യുന്നു. നെക്സ്റ്റ്, the classification of memory. Memory is divided as primary memory, or in other words main memory, secondary memory, or in other words auxiliary memory. Okay, and primary memory is divided as RAM and ROM. RAM means random access memory, ROM means read only memory. റാമിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീസെൻറ്റ് ഡാറ്റാസും റെലവൻറ്റ് ഡാറ്റാസും ഒക്കെ സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. അതായത് നമ്മൾ കമ്പ്യൂട്ടറിൽ എപ്പോഴും അടുത്തിടെ ഉപയോഗിച്ച ഡാറ്റാസും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഡാറ്റാസൊക്കെ സ്റ്റോർ ചെയ്യുന്നത്, കമ്പ്യൂട്ടർ വർക്ക് ചെയ്യാൻ ഏറ്റവും ആവശ്യമായ ഡാറ്റാസ് സ്റ്റോർ ചെയ്യുന്നത് റാമിലാണ്. ഓക്കെ, റാം അതിൻ്റെ പ്രത്യേകത അതാണ്. റോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ മാനുഫാക്ചറിങ് ടൈമിൽ അതിന് മാനുഫാക്ചറേഴ്സ് കൊടുത്തിരിക്കുന്ന ഡാറ്റാസ് എല്ലാം സ്റ്റോർ ചെയ്യുന്നത് റോമിനകത്താണ്. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ദേ ആർ ഓൾസോ നോൺ ആസ് ഓക്സിലറി മെമ്മറി. എൻ്റെ എക്സാമ്പിൾസ് നോക്കുക. ഹാർഡ് ഡിസ്ക്, CD, DVD, USB, അങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ആയിരിക്കും. മാഗ്നറ്റിക് ഡിസ്ക്, അങ്ങനെ കുറച്ചധികം ഉണ്ട്. കുറച്ച് എക്സാമ്പിൾസ് ഞങ്ങളിപ്പോൾ നോക്കാം. പ്രൈമറി മെമ്മറി അഥവാ മെയിൻ മെമ്മറി, അതുപോലെ സെക്കൻഡറി മെമ്മറി അഥവാ ഓക്സിലറി മെമ്മറി. ഇതിൻ്റെ ഒരു ക്ലാസിഫിക്കേഷൻ അതിൻ്റെ ഒരു ഡിഫറൻസിയേഷനാണ് ഇവിടെ കാണുന്നത്. പ്രൈമറി മെമ്മറിയുടെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് കമ്പ്യൂട്ടറിന് യൂസ് ചെയ്യാൻ പറ്റുന്ന മെമ്മറിയാണ് പ്രൈമറി മെമ്മറി. സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞാൽ ഇറ്റ് കനോട്ട് ബി ഡയറക്ട്ലി യൂസ്ഡ് ബൈ ദ കമ്പ്യൂട്ടർ. അതായത് സെക്കൻഡറി മെമ്മറിന്ന് ഡാറ്റ എന്തെങ്കിലും കമ്പ്യൂട്ടറിന് ആവശ്യമുണ്ടെങ്കിൽ ആ ഡാറ്റ ആദ്യം പ്രൈമറി മെമ്മറിയിൽ എത്തണം, അതിനുശേഷമാണ് എന്ത് ചെയ്യുക, സെക്കൻഡറി കമ്പ്യൂട്ടറിനെ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക. പ്രൈമറി മെമ്മറിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി ലോ ആണ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി മെമ്മറി സ്റ്റോറേജ് കപ്പാസിറ്റി ഈസ് ഹൈ. അതുപോലെ കോസ്റ്റ്, ഒരു പ്രൈമറി മെമ്മറി റാമോ റോമോ നമ്മൾ പർച്ചേസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കോസ്റ്റ് ബിക്കം ഹൈ, ബട്ട് ഇൻ ദ കേസ് ഓഫ് സെക്കൻഡറി മെമ്മറി കോസ്റ്റ് ഈസ് ലോ. പ്രൈമറി മെമ്മറി ദാറ്റ് ഈസ് വെരി ഫാസ്റ്റ് കമ്പയർഡ് ടു സെക്കൻഡറി മെമ്മറി. സെക്കൻഡറി മെമ്മറി കമ്പയർ ചെയ്യുമ്പോൾ വെരി ഫാസ്റ്റ് ആണ്, ബട്ട് സെക്കൻഡറി മെമ്മറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് സ്ലോ. സെക്കൻഡറി മെമ്മറി സ്ലോ ആണ്. ആൻഡ് പ്രൈമറി മെമ്മറിക്ക് ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ് ആസ് വെൽ ആസ് അങ്ങനെയൊക്കെ ഡാറ്റ പ്രോസസ്സിങ്ങിന് ആവശ്യമായ എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ആർക്ക് സാധിക്കും, പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ഡാറ്റ, ഇൻസ്ട്രക്ഷൻസ്, അങ്ങനെ ഡാറ്റ പ്രോസസ്സിങ്ങിന് എസെൻഷ്യലായ എല്ലാ കാര്യങ്ങളും പ്രൈമറി മെമ്മറിയിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. സെക്കൻഡറി മെമ്മറിയിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനി ടൈപ്സ് ഓഫ് ഡാറ്റ, അതായത് ഇങ്ങനെ കാറ്റഗറിന്നൊന്നുമില്ല, ഏത് ടൈപ്സ് ഓഫ് ഡാറ്റയും സ്റ്റോർ ചെയ്യാനായിട്ട് സെക്കൻഡറി മെമ്മറിയിൽ സാധിക്കും. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റും. നെക്സ്റ്റ് കംസ് ഔട്ട്പുട്ട് യൂണിറ്റ്. അതായത് നമ്മുടെ CPU-ൽ വെച്ചിട്ട് നമുക്ക് എന്ത് കിട്ടി, ഡാറ്റ ഈസ് ചേഞ്ച്ഡ് ആസ് ഇൻഫർമേഷൻ, അല്ലേ? ഈ ഇൻഫർമേഷൻ നമുക്ക് ഔട്ട്സൈഡ് വേൾഡിലേക്ക് കൊടുക്കേണ്ടതുണ്ട്. ഓക്കെ, ഈ ഇൻഫർമേഷൻ ഔട്ട്സൈഡ് വേൾഡിലേക്ക് സപ്ലൈ ചെയ്യുന്നത് ആരുടെ ഡ്യൂട്ടിയാണ്, ഔട്ട്പുട്ട് യൂണിറ്റിൻ്റെ ഡ്യൂട്ടിയാണ്. അതെങ്ങനെ സപ്ലൈ ചെയ്യണം, നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് മെഷീൻ റീഡബിൾ ഫോം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ആക്സെപ്റ്റബിൾ ഫോം, കമ്പ്യൂട്ടർ അണ്ടർസ്റ്റാൻഡബിൾ ഫോമിലാണ് നമുക്ക് കിട്ടിക്കുന്നത്, അല്ലേ? അതിനെ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് മാറ്റണം. നമുക്ക് സീറോസും വൺസുമായിട്ട് ഔട്ട്പുട്ട് കിട്ടിയാൽ നമുക്ക് മനസ്സിലാകുമോ? ഇല്ല. സോ നമുക്ക് എന്തുകൊണ്ട് നമുക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് അതിന് മാറ്റണം. ദാറ്റ് വിൽ ബി ഡൺ ബൈ ദ ഔട്ട്പുട്ട് യൂണിറ്റ്. ദാറ്റ് ഈസ് first of all it accepts output from the CPU. Second എന്താണ്, it converts the machine readable format into human readable format, and this will be given to the outside world. Output unit യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡിവൈസസ് ആണ് കോമൺലി യൂസ് ചെയ്യുന്നത്, കുറേ ഉണ്ട്. കോമൺലി യൂസ് ചെയ്യുന്നതാണ് മോണിറ്റർ ആൻഡ് പ്രിന്റർ. സോ ഔട്ട്പുട്ട് യൂണിറ്റ് ഫംഗ്ഷനാലിറ്റീസ് എന്തൊക്കെയാണ്, ഇറ്റ് ആക്സെപ്റ്റ് ഔട്ട്പുട്ട് from the CPU. First point. Second point ആണ്, it converts machine readable output into human readable format. Third point ആണ്, it will supply the output to the outside world with the help of monitor and printer. CPU ന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നു, അത് കൺവേർട്ട് ചെയ്യുന്നു, മെഷീൻ റീഡബിൾ ഫോർമാറ്റിലുള്ള ഡാറ്റ ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, അത് ഔട്ട്പുട്ട് ഡിവൈസുകളുടെ സഹായത്തോടുകൂടി സപ്ലൈ ചെയ്യുന്നു. ഔട്ട്പുട്ട് ഡിവൈസുകളുടെ എക്സാമ്പിൾസ് ആണ് മോണിറ്റർ ആൻഡ് പ്രിന്റർ.
കണ്ടോ ഫങ്ഷനാലിറ്റീസ് ഇറ്റ് റിസീവ്സ് ദ റിസൾട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദ സി പി യു ഇൻ കോഡഡ് ഫോം. കോഡഡ് ഫോം എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലായിരിക്കും. റിസൾട്ട്സ് സി പി യു പ്രൊഡ്യൂസ് ചെയ്ത റിസൾട്ട്സിനെ റിസീവ് ചെയ്യുന്നു. കൺവേർട്സ് ദിസ് കോഡഡ് റിസൾട്ട് ടു ഹ്യൂമൻ റീഡബിൾ ഫോർമാറ്റ്. ഈ കോഡഡ് റിസൾട്ട് എന്ന് പറഞ്ഞാൽ സീറോസ് ആൻഡ് വൺസിൻ്റെ ഫോമിലുള്ള റിസൾട്ടിനാണ് എന്ത് പറയുന്നത് കോഡഡ് റിസൾട്ട് എന്ന് പറയുന്നത്. സപ്ലൈസ് ദ റിസൾട്ട് ടു ദ ഔട്ടർ വേൾഡ്. ദീസ് ആർ ദ ഫങ്ഷനാലിറ്റീസ്. ഓക്കെ, ഞാൻ വിചാരിക്കുന്നു ഈ തന്ന ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യുക. താങ്ക്സ് ഫോർ